8 സെന്റിമീറ്റർ വരെ ആഴമുള്ള മുറിവുകൾ ചെമ്പകമ്മാളുടെ തലയോട്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഇതാണ് ക്രൈംബ്രാഞ്ച് MO1 ആയി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന കത്തി. ഇതിന്റെ ആകെ നീളം 50 സെന്റിമീറ്റർ ആണ്. ഈ കത്തി വെച്ച് ഡോക്ടർ പറഞ്ഞ പോലുള്ള മുറിവുകൾ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റും. നീളം മാത്രമല്ല, ഇതിന് നല്ല വെയിറ്റും ഉണ്ട്. എത്ര പവറിലാണ് ഒരാൾ വെട്ടുന്നത് എന്നതും ഒരു വലിയ ഫാക്ടറാണ്. ആ മുറിവിന്റെ അളവ് ഡോക്ടർ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 10x3 സെന്റിമീറ്റർ എന്നാണ്. ഈ കത്തിയുടെ ഡയമെൻഷനേക്കാൾ വലിപ്പമുള്ള മുറിവുകൾ എങ്ങനെയാണ് ഡോക്ടർ ഒരാൾക്ക് ഉണ്ടാക്കാനാവുക? 2-3 തവണ ആ മുറിവിൽ തന്നെ അയാൾ വെട്ടിയിട്ടുണ്ടാവാം. കൃത്യമായിട്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അന്ന, വെറുതെ ഡോക്ടറെ കൺഫ്യൂഷൻ ആക്കാൻ നോക്കണ്ട. മേ കൈൻഡ്ലി ബി നോട്ടഡ് യുവർ ഓണർ. ആ കത്തിയുടെ അറ്റം വളഞ്ഞിരിക്കുന്നതാണ്. പോസ്റ്റ്മോർട്ടത്തിൽ ചെമ്പകമ്മാളുടെ ശരീരത്തിൽ 4ഓളം ഭാഗങ്ങളിൽ എൽ ഷേപ്പ് മുറിവുകളുണ്ട്. ഡോക്ടർ, ആ കത്തി കൊണ്ട് അത്ര മുറിവ് ഉണ്ടാക്കാൻ പറ്റുമോ? Of course, L-shaped incisions can be made using this. That's all. Okay. Thank you. യുവർ ഓണർ, കത്തിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന പോയിന്റ് നോട്ടിഫൈ ചെയ്യാൻ എന്നെ അനുവദിക്കണം. ഈ കത്തിയിൽ പ്രസിപ്പിറ്റൻ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഒരു വസ്തുവിൽ രക്തം പുരണ്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്ന കെമിക്കൽ ടെസ്റ്റാണത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് കത്തിയിൽ അല്പം പോലും രക്തക്കറ പുരണ്ടിട്ടില്ല എന്നാണ്. 29 വെട്ടി ഒരാളെ കൊല്ലാൻ ഉപയോഗിച്ച കത്തിയിൽ ഒരു തുള്ളി പോലും രക്തം പതിഞ്ഞിട്ടില്ല എന്ന് കെമിക്കൽ റിപ്പോർട്ട് പറയുന്നുവെങ്കിൽ എന്താണ് സാർ മനസ്സിലാക്കേണ്ടത്? ഈ കത്തിയല്ല കൊലപാതകത്തിന് ഉപയോഗിച്ചതെന്നല്ലേ? ദാറ്റ് മീൻസ് ഈ കത്തി പോലീസ് പർപ്പസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്ത എവിഡൻസ് ആണ്. ഒരു വർഷവും 4 മാസവും കഴിഞ്ഞാണ് ഈ കത്തി കുളത്തിൽ നിന്നും കണ്ടെടുക്കുന്നത്. ചെളി നിറഞ്ഞ ആ വലിയ അമ്പലക്കുളത്തിൽ അത്രയും കാലം പൂണ്ടു കിടന്ന കത്തിയിൽ ഏത് ഭീകര ടെസ്റ്റ് നടത്തിയാലും ബ്ലഡിന്റെ പ്രസൻസ് കണ്ടെത്താനാവില്ല. യുവർ ഓണർ, ഇന്റർനാഷണലി തന്നെ അക്സെപ്റ്റബിൾ ആയ ഒരു മെത്തേഡിനെയാണ് പ്രോസിക്യൂഷൻ വെല്ലുവിളിക്കുന്നത്. ഒരു വെല്ലുവിളിയില്ല യുവർ ഓണർ. ഈ കത്തി നന്നായി തുരുമ്പിച്ചിട്ടുണ്ട്. തുരുമ്പിക്കുമ്പോൾ മുമ്പ് പറ്റിപ്പിടിച്ചിരുന്ന ബ്ലഡ് സ്റ്റെയിൻ മുഴുവൻ ഇളകിപ്പോവും. ടെസ്റ്റിലൊന്നും അത് കണ്ടെത്താനാവില്ല. എൻ്റെ പഴയ അസിസ്റ്റൻ്റ് ഹന്നയോട് കുറച്ച് കെമിസ്ട്രി സീരിയസ് ആയിട്ട് പഠിച്ചിട്ട് വന്നിട്ട് കോടതിയിൽ വിഡിത്തം വിളമ്പിയാൽ മതിയെന്ന് ഒന്ന് പറയണം സർ. കേട്ടില്ലേ എന്നാ, താൻ കെമിസ്ട്രിക്ക് ഒരു ട്യൂഷൻ പോകുന്നത് നല്ലതായിരിക്കുമെന്നാണ് നമ്മുടെ BP പറയുന്നത്. അജയൻ്റെ വക്കീലല്ലേ? എന്തു വേണം? ഇത് മള്ളിയൂരമ്പലത്തിലെ പ്രസാദ. ഞാനൊരു വഴിപാട് കഴിപ്പിച്ചതാ. നല്ല മധുര. അജയൻ്റെ ആരാ? ഞാൻ അജയൻ്റെ കൂടെ പാരഡൈസ് ഹോട്ടലില്ലേ, അവിടെ ജോലി ചെയ്യണേ. എനിക്ക് കുടുംബശ്രീ വക 2 ലോൺ പാസ്സായിട്ടുണ്ട്. വക്കീലിൻ്റെ പൈസ എത്രയാണെങ്കിലും ഞാൻ തരാം. ഫീസ് കിട്ടിയില്ലെന്നും വെച്ച് അജയൻ്റെ കാര്യത്തിൽ ഉഴപ്പരുത്. അജയനോട് അത്രയ്ക്ക് കാര്യ? എല്ലാവരും അവനെ കള്ളനും തല്ലുണ്ടാക്കുന്നവനുമായിട്ടേ കണ്ടിട്ടുള്ളൂ. അവനെ എനിക്കറിയാം. SC കേസ് നമ്പർ 41/2017 CW11 CI പ്രവീൺ കുമാർ. ഓഫീസർ, ഇത് നിങ്ങൾ സീസ് ചെയ്ത പേഴ്സ് അല്ലേ? അതെ.
ഇതിന്റെ നിറം ബ്ലാക്ക് ആണ്. ആണ്. ഇതിൽ ഐശ്വര്യ ജ്വല്ലറി എന്ന് എഴുതിയിട്ടുണ്ട്. എഴുതിയിട്ടുണ്ട്. യുവർ ഓണർ, ഇത് ഈ കേസിലെ പ്രതിയായ അജയന്റെ അലമാരയിൽ നിന്നും ക്രൈംബ്രാഞ്ച് കണ്ടെടുത്ത പേഴ്സാണ്. പറയൂ ഓഫീസർ, നിങ്ങൾ ചെമ്പകമ്മാളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത പേഴ്സും ക്രൈംബ്രാഞ്ച് ഓഫീസേഴ്സ് പ്രതിയുടെ മുറിയിൽ നിന്ന് കണ്ടെത്തി ഹാജരാക്കിയ പേഴ്സും ഒന്നു തന്നെയല്ലേ? ഓഫീസർ, മൈ ക്വസ്റ്റ്യൻ ഇസ് ജെന്യുവിൻ. മരിച്ച സ്ത്രീയുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ റിക്കവർ ചെയ്ത ഈ പേഴ്സ് 1 വർഷം കഴിഞ്ഞ് ക്രൈംബ്രാഞ്ച് എങ്ങനെയാണ് പ്രതിയുടെ മുറിയിൽ നിന്നും വീണ്ടും കണ്ടെടുത്തത്? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു ക്രൈം സീനിൽ നിന്ന് കിട്ടിയ തൊണ്ടി മുതലുകൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ നിങ്ങൾക്ക്? അറിയാം സാർ, അറിയാം. പിന്നെ എന്താണ് മറുപടി പറയാത്തത്? സാർ, ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തപ്പോൾ റിക്കവർ ചെയ്ത എല്ലാ മുതലുകളും അവർക്ക് ഞങ്ങൾ ഏൽപ്പിച്ചിരുന്നു. യുവർ ഓണർ, ഇതാണ് ലോക്കൽ പോലീസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയ സാധനങ്ങളുടെ ലിസ്റ്റ്. ഇതിൽ ഈ പേഴ്സണെ കുറിച്ച് എവിടെയും പറയുന്നില്ല. പ്രതിയുടെ അലമാരയിൽ പേഴ്സ് എങ്ങനെയാണ് വന്നത് എന്നതിന് ഇതിലും നല്ലൊരു വിശദീകരണം വേണോ സർ? ലോക്കൽ പോലീസിന്റെ കയ്യിലിരുന്ന പേഴ്സ് രേഖയില്ലാതെ കൈപ്പറ്റിയ ശേഷം ക്രൈംബ്രാഞ്ച് പ്രതിക്കെതിരെ തെളിവായി ഉപയോഗിക്കുകയായിരുന്നു. ഇനി എന്തെങ്കിലും ഇയാളോട് ചോദിക്കാനുണ്ടോ എനിക്ക്? വൺ മോർ ക്വസ്റ്റ്യൻ യുവർ ഓണർ. ഈ കേസിലെ 1ാം സാക്ഷി ഭാസ്കരനെയും 7ാം സാക്ഷി ശിവനെയും താങ്കൾ കൊലപാതകം നടന്നതിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ചോദ്യം ചെയ്തതാണ്. അതെ, ചെയ്തതാണ്. അവരപ്പോ പ്രതിയെ പറ്റി എന്തെങ്കിലും സൂചന നൽകിയിരുന്നോ? അവര് ഇരുട്ടത്തിങ്ങനെ ആരും ഓടിപ്പോകുന്നത് കണ്ടതായി തോന്നുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഇനി എന്തെങ്കിലും വേണോ? വേണ്ട. ഈശ്വരൻ വെട്ടിയ വഴിയിലൂടെ നടക്കാൻ എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവില്ല. ആ ഭാഗ്യം വക്കീലിനുണ്ടാവട്ടെ. ബെസ്റ്റ് വിഷസ്.